കോൺഗ്രസ് പാർട്ടി കൂടുതൽ കരുത്തുറ്റതായി മാറാൻ വേണ്ടി അവരൊക്കെ വരുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ എന്താണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ തീരുമാനം, അതൊക്കെ ഓരോരുത്തരുടെയും തലങ്ങളിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അതേക്കുറിച്ചൊരു അഭിപ്രായത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ വിഷയമായി നിൽക്കുകയാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രഷർ കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? UDF വിട്ടുപോകുമെന്നുള്ള നിലയിലേക്ക് വല്ലതും പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ അനാവശ്യമായി അല്ല, ഒരു സംശയം ചോദിച്ചാൽ മാത്രമാണ്. കാരണം ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് കുറച്ച് കാലമായി ഉള്ളൊരു ആവശ്യമാണ്. ഇനിയുള്ളൊരു വേറെ പാർട്ടിയുടെ കുറെ കാലമായി അംഗീകരിക്കാൻ കിടക്കുന്നതുമാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഞങ്ങളൊരു നിലപാട് എടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ MP എന്ന നിലയിൽ ശ്രീ ജോസ് കെ മാണിക്ക് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുക എന്നുള്ളത് അർഹതപ്പെട്ട കാര്യമാണ്. പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ്, അതിനകത്തൊരു സംശയമില്ല. കാരണം UDF കേരളത്തിൽ എന്നതുപോലെ തന്നെ കേന്ദ്രത്തിൽ UPA ഗവൺമെൻറ്റാണ്. ആ UPA ഗവൺമെൻറ്റിൽ ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചെറിയ പാർട്ടികൾക്ക് വരെ, ഇപ്പോൾ കേരള കോൺഗ്രസിന് എന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലോക്സഭയിൽ ജോസ് കെ മാണിയുണ്ട്, രാജ്യസഭയിൽ ശ്രീ ജോയി എബ്രഹാമുണ്ട്. അപ്പോൾ ഒരു MP ഉള്ള പാർട്ടിക്ക് പോലും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ 2 MP എന്ന നിലയിലേക്ക് ഞങ്ങളുടെ അവകാശമൊന്നും പറയുമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. 2 MP ഇപ്പോൾ ഉണ്ടല്ലോ അതായത്. അപ്പോൾ അത് വെച്ച് ന്യായയുക്തമായി ധാർമ്മികമായി ചിന്തിച്ചാൽ കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടേണ്ടതാണ്. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസിന് കിട്ടിയാൽ അത് ശ്രീ ജോസ് കെ മാണി ആയിരിക്കുമെന്ന് ശ്രീ ജോയി എബ്രഹാം തന്നെ കോട്ടയത്ത് ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ജോസ് കെ മാണി MP-ക്ക് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്. അത് ഞങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. പക്ഷേ ഒരു കാര്യത്തിൽ പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു വഴക്കും ബഹളം ഉണ്ടാക്കാനോ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പോയി ഇത് പിടിച്ചു വാങ്ങാനോ വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലയിൽ ഒരു നീക്കമില്ല എന്നുള്ളത് അവകാശവാദം പോളിസിയേ അല്ല. ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച് അതിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അതിൻ്റെ പേര് മുന്നണി വിടാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വിവാദത്തിനും പാർട്ടിയില്ല. പക്ഷേ രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ ധാർമ്മികതയും ജോസ് കെ മാണിക്ക് കൂടെ കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നുള്ളത്. ഒരു പ്രേക്ഷകൻ താങ്കളോട് സംസാരിക്കാനായി പങ്കുചേരുന്നു. നമസ്കാരം. നമസ്കാരം. ശ്രീ മോൻസ് ജോസഫ് നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം. സാർ, ഞാനൊരു പ്രവാസിയാണ്. ഹലോ. എന്താണ് പേര് പറഞ്ഞത്? എന്റെ പേര് അജിത് കുമാർ, ദുബായിൽ നിന്ന് വിളിക്കുന്നു. അജിത് കുമാർ പറഞ്ഞോളൂ. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഞാനും വീണ്ടും ഉന്നയിക്കുന്നത്. ഇത്രയും MLA അല്ലെങ്കിൽ മന്ത്രിമാർ കേന്ദ്രത്തിലുള്ളപ്പോൾ യാത്രാ ദുരിതം ഇപ്പോഴും വലിയൊരു കീറാമുട്ടിയെ നിൽക്കുകയാണ്. ഇത്രമാത്രം വിദേശ നാട്ടിൽ എടുത്തിരുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴും ഇല്ല. ഒന്നുകിൽ എയർ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് നേരെയാക്കുക, അല്ലെങ്കിൽ അത് പിരിച്ചുവിടുക. അല്ലാതെ ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക, യാത്രക്കാരെ ബഹളം ഉണ്ടാക്കുക, അവിടെ ഇറക്കുക. വേറെ ഒരു എയർലൈൻ ഈ പ്രശ്നം വരുന്നില്ല. ഇവിടുന്ന് എത്രയോ എയർലൈൻ കേരളത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരും കാലാവസ്ഥയും അവർക്കും ബാധകമാണത്. നമ്മളുടെ ഒരൊറ്റ എയർലൈൻ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. കാലാവസ്ഥ അല്ലെങ്കിൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞു, അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല. ഇത് വളരെ ദ്രോഹപരമായ ഒരു നടപടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് ഒരു വളരെ ഗൗരവത്തോടെ ആ വിഷയം കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഗൾഫിൽ മാത്രമല്ല, ഇവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും ഈ ആവശ്യം സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണല്ലോ ആളുകൾക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ഞങ്ങൾ നിയമസഭയിൽ ഞാനുൾപ്പെടെയുള്ള MLA-മാർ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭ ഒറ്റക്കെട്ടായി ഇതിനകത്ത് എയർ ഇന്ത്യ എടുക്കുന്ന ഈ നിലപാട് ധിക്കാരപരമാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇതിന്മേൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും യാത്രക്കാരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ യാത്രക്കാരുടെ പേരിൽ പോലീസ് കേസ് വന്നാൽ തിരിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വരിക, അതും ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് മാറിയിരിക്കുക. അതെ. അല്ല, ആ പ്രശ്നത്തിൽ അപ്പോൾ അവിടെ അവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി കേസെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കേസെടുത്തത്. പക്ഷേ മുഖ്യമന്ത്രി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ അവർ പ്രതികരിച്ചതിൻ്റെ പേരിൽ അവർക്ക് ക്ഷമ നശിച്ചപ്പോൾ അവരോട് അന്യായമായി എയർ ഇന്ത്യ പെരുമാറിയപ്പോഴാണ് അവർ പ്രതികരിച്ചതെന്നും അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കാര്യവും കേസിൻ്റെ പേരിൽ ഉണ്ടാകില്ല എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ആശങ്ക വേണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ഇപ്പോൾ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നമുക്കിപ്പം ഈ കേന്ദ്രതലത്തിൽ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എയർ ഇന്ത്യയുടെ ഹൈ ലെവൽ അതോറിറ്റീസിൽ വന്നിരിക്കുന്ന ക്രൈസിസ്, അതും ഇപ്പോൾ ഒരു കുഴപ്പമാണ്. അതിനൊരു ഉത്തരവാദിത്വത്തിൻ്റെതായ വിഷയങ്ങളും ഒക്കെ പ്രശ്നമായി വന്നതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന നിലയിലേക്ക് വന്ന ഒരു നിലയാണ് നമുക്ക് കാണാൻ കഴിയുക. സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മേലിൽ ഇത് ആവർത്തിക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന നിലപാട് സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൽ MP-മാരും ഈ വിഷയത്തിൽ ഏറ്റവും സജീവമായി ഇടപെട്ടിരിക്കുകയാണ്.
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും എയർ ഇന്ത്യയുടെ മേലിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ യാത്രക്കാരെ കഷ്ടപ്പെടുത്തുന്ന സംവിധാനം വന്നിരിക്കുന്ന ദുരവസ്ഥ പരിഹരിക്കുന്നതിന് കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരണം എന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ അങ്ങ് ഉന്നയിച്ചതുപോലെയും അതുപോലെ എല്ലാ സംഘടനകളും ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുള്ള വിവിധ മീറ്റിങ്ങുകളിലെ ആവശ്യം ഏറ്റവും ഗൗരവമായി തന്നെ ഉന്നയിക്കപ്പെട്ടു. ആ പ്രാധാന്യത്തോടെ തന്നെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നതും അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യുന്നതുമാണ്. വളരെ നന്ദി അജിത് കുമാർ പരിപാടിയിൽ പങ്കെടുത്തതിന്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ എയർ ഇന്ത്യയെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ ഇദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ വ്യക്തി തന്നെയാണ് അജിത് കുമാർ ഗോപാൽ. സ്ഥിരമായി ഇവിടെ ശരിക്കും കഴിഞ്ഞ ഇപ്പം പ്രവാസത്തിന് 50 വർഷമായിരിക്കുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും യാത്രാ ദുരിതം എന്നുള്ളത് ശരിക്കും ഒരു ചെറിയ പ്രശ്നമാണ്. പ്രവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രശ്നം യാത്രയല്ല എങ്കിൽ പോലും ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന, ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ല, ഈ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട മറ്റ് എയർ ട്രാവലുകൾ ഒന്നും ഈ പ്രശ്നം വരുന്നില്ല. എയർ ഇന്ത്യക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇടപാടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി നമുക്ക് പ്രത്യേകമായിട്ട് നടത്താം. ഒരു പ്രേക്ഷകൻ കൂടി പങ്കുചേരുന്നു നമ്മളോടൊപ്പം. നമസ്കാരം. ഹലോ. പറഞ്ഞോളൂ. ആരാണ്? എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ ഷാജി. ഹലോ. ഷാജി പറഞ്ഞോളൂ. ഞാനിപ്പോ ലൈവ് കാണുന്നുണ്ട് മോശമായിട്ടുള്ള. അപ്പൊ എന്റെ ഒരു അഭിപ്രായമേ ഉള്ളൂ. നമ്മളിപ്പോ അവിടെ ഒരു 6 പേർക്കെതിരെ അവർക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് അവര് 2 പേർക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചത് എയർ ഇന്ത്യ ഒരിക്കലും നന്നാൻ പോകുന്നില്ല. ആര് വിചാരിച്ചു ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചു എയർ ഇന്ത്യ നന്നാൻ പോകുന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞു. ശ്രീ ഷാജി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇതിൽ കൃത്യമായ ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കുമെന്ന വാക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് പ്രവാസികൾക്ക്. ഇത് ഇപ്പോൾ ഷാജി എന്നാന്ന് വെച്ചാൽ ഇത് നമുക്ക് എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അതിരൂക്ഷമാണ്. അതിൻ്റെ അതോറിറ്റീസ് ഇപ്പോൾ വ്യക്തമായി ഇതിൽ ആര് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ച് പോലും ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ അവർ വിവിധ മെർജിങ് എല്ലാം ആലോചിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ള ഒരു ഇടപെടലിന് സംസ്ഥാന ഗവൺമെൻറ് ആത്മാർത്ഥമായി ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാം അതിൽ ആത്മാർത്ഥമായ മനസ്സോടെ ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട ഈ വികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അതിൽ നടത്തുക എന്നുള്ളതാണ് പ്രായോഗികമായി പറ്റുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. വളരെ നന്ദി ഷാജി. എനിക്ക് തോന്നുന്നു കൂടുതൽ ജനങ്ങൾക്കും എയർ ഇന്ത്യ എന്നുള്ളത് ഒരു വികാരമായി തന്നെ മനസ്സിൽ കിടക്കുകയാണ്. അത് തന്നെയാണ് പ്രകടമാകുന്നത്. തങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ലീഗാണ് UDF-ലെ 2ാം കക്ഷി, വലിയ കക്ഷി. ലീഗാണ് കേരളം ഭരിക്കുന്നതെന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? കേരളം ഭരിക്കുന്നത് UDF ആണ്. അതെ, പക്ഷേ അവരെ ഇങ്ങനെ വളച്ചൊടിച്ചതാണെന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോഴും അങ്ങനെ ഒരു പ്രസ്താവന വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വളച്ചൊടിച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. വളച്ചൊടിച്ചതാണ്. പലപ്പോഴും അവരുടെ പ്രവൃത്തി അങ്ങനെയല്ലേ? അല്ല, അവരുടെ പ്രവൃത്തി UDF എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ അവരുടെ പാർട്ടി എന്ന നിലയിൽ അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും നടത്തേണ്ട പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തേണ്ടി വരും. അതെല്ലാ പാർട്ടികൾക്കും വേണ്ടി വരും. കോൺഗ്രസിൻ്റെ തലത്തിൽ നിൽക്കുന്ന വകുപ്പുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാവും. കേരള കോൺഗ്രസിൻ്റെ തലത്തിൽ നിൽക്കുന്ന വകുപ്പുകളിൽ അതിൻ്റേതായ ഒരു ശ്രദ്ധയുണ്ടാവും. അതൊരു ഓരോ പാർട്ടിയുടെയും തലത്തിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ CPM ഭരിച്ചാലും LDF ഭരിച്ചാലും അതാത് കക്ഷികൾ അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രദ്ധ സ്വാഭാവികം. ആ നിലയിലുള്ള ഒരു ലീഗിൻ്റെ ശ്രമങ്ങൾക്ക് അപ്പുറത്ത് ഞങ്ങളാരും അതിനെ കാണുന്നില്ല. കേരളത്തിൽ UDF ആണ് ഭരിക്കുന്നത്. UDF മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അത് KM മാണി സാറ്, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റ് PJ ജോസഫ് സാറ്, മറ്റ് മന്ത്രിമാർ ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ്റിലും UDF-ലും ചർച്ച ചെയ്ത് കാര്യങ്ങൾ പോവുക എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ഒരു പ്രേക്ഷകൻ കൂടി പങ്കുചേരുന്നു. നമസ്കാരം. ഹലോ. നമസ്കാരം, കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? അലി അബൂബക്കർ ഷാർജ. പറയൂ അലി അബൂബക്കർ, സംസാരിച്ചോളൂ. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അതെ. അതായത് കേരളത്തില് 80% MP-മാരും ഏകദേശം 6 മന്ത്രിമാരും ഉണ്ട് കേരളത്തിന് വേണ്ടിയിട്ട്. ഇപ്പോ മോൻസൺ ജോസഫ് പറയുന്നത് കേരള കോൺഗ്രസിനും ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന്. ഇത്രയും മന്ത്രിമാരെ കിട്ടിയിട്ടും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളില് എന്തെങ്കിലും തരത്തില് ഇടപെടാൻ കഴിയാത്ത ഇത്തരം
കുറെ പ്രതിനിധികളെ മന്ത്രിമാരെ സൃഷ്ടിച്ചു വിട്ടിട്ട് കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു തരത്തിലും ഗുണകരമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എയർ ഇന്ത്യയുടെ പ്രശ്നം തന്നെ പറയുന്നത് ടാക്സ് അയക്കുന്നുണ്ട്. മറ്റേ ഇത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയമസഭയിൽ അത് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റില് 6 മന്ത്രിമാര്, അതിൽ 2 മന്ത്രിമാര് മറ്റേ 2ാം സ്ഥാനം 3ാം സ്ഥാനമൊക്കെ ഇരിക്കുന്ന 2 കേന്ദ്രമന്ത്രിമാര്, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് അപ്പൊ AKന്റെന് ഒരു അഭിപ്രായം പോലും ഇതിനെ കുറിച്ച് പറയുന്നില്ല. ഇത് ഇനി ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ശരത് പവാറിന്റെ മഹാരാഷ്ട്രയിൽ പോയി വോട്ട് ചെയ്യണം. ശരത് പവാറിന്റെ മറ്റേ ഇതിലാണ് കീഴിലാണ് ഈ സ്ഥാനം എന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെറിയൊരു പ്രശ്നം മാത്രമല്ല, ഇവര് വളരെ ലാഘവത്തോടെ ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തന്ത്രങ്ങളുണ്ടല്ലോ, ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഈ തന്ത്രങ്ങൾ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇവർക്ക് ഒന്നും കഴിയുന്നില്ല. അതാണ് ഇതിനൊക്കെ ഇതായിട്ട് കാണാൻ കഴിയുന്നത്. അല്ലാതെ കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് ഈ ഒരു ചെറിയൊരു പ്രശ്നം, അതായത് എയർ ഇന്ത്യ പോലുള്ളൊരു ഏറ്റവും കൂടുതൽ നല്ല സർവീസ്, ഏറ്റവും കൂടുതൽ നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന സർവീസായ കേരളത്തിലേക്ക് പോലും വേണ്ട രീതിയിൽ ഒരു സർവീസ് ചെയ്ത് കൊടുക്കാൻ, നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള ഒരു എയർ ഇന്ത്യയെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിവില്ലെങ്കിൽ ഇവര് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ശുദ്ധ അസംബന്ധമാണ്. ഇത് കേട്ടിരിക്കുന്ന ജനങ്ങൾ ഇത് കണ്ടുമടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദുബായിലേക്ക് വരുന്ന ഓരോ MPമാരും MLAമാരെയും സ്വീകരിച്ചിരുത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടിയുള്ള സംഭാവനകൾ, ഫണ്ടുകളൊക്കെ ഈ ഗൾഫിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കുക, പാർട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതാദ്യം ഇവിടെ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അല്ല പറഞ്ഞ വികാരം അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം പ്രകടിപ്പിച്ചത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം കേന്ദ്രമന്ത്രിമാരുടെ തലത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ AK ആൻ്റണി അടക്കം കേന്ദ്രമന്ത്രിമാരുടെ തലത്തിൽ കൂടുതലൊരു ഇടപെടൽ ആവശ്യമാണ്. അതിനകത്ത് സംശയമില്ല, ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. കൂടുതൽ ഇടപെടൽ വേണം. ഈ പ്രശ്നത്തിൽ എയർ ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ, മേലിൽ ആവർത്തിക്കപ്പെടാത്ത വിധത്തിൽ കാര്യങ്ങൾ പോകണം. യാത്രക്കാർ കൂടുതൽ സൗകര്യം കൊടുക്കണം, അവരെ പരിഗണിക്കണം. ആ നിലയിലുള്ള നിലപാടാണ് MLAമാരെന്ന നിലയിൽ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് അതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സജീവമായ ഒരു നീക്കം അതിനുവേണ്ടി നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രമന്ത്രിമാരുടെ കൂടി കൂടുതൽ സഹായം ലഭ്യമാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് നമുക്ക് ഇതിൽ ചെയ്യാവുന്നത്. അതിനുവേണ്ടി ശ്രമം നടത്തുന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങളെല്ലാം ഇവിടെ വരുന്നത് എല്ലാവരും ഈ ഫണ്ടിന് വേണ്ടിയും സമ്മാനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ പാർട്ടിയുടെയും കാണും. അത് പാർട്ടിപരമായി തീരുമാനിച്ച ഔദ്യോഗികമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിലും ഒക്കെ നടക്കുന്നുണ്ടാകും. അതാത് പാർട്ടികളുടെ തലത്തിൽ നടക്കുന്നതാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും മലയാളി സംഘടനയുടെ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈദ് സംഗമം നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഒരു സംഘടന ക്ഷണിച്ചാൽ ഞങ്ങളിവിടെ വരികയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള, നാട്ടിൽ നിന്ന് ഞങ്ങളെ വിളിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഞാൻ നാട്ടിൽ ഓടുന്നതിനേക്കാളും തിരക്കിൽ. ഇന്നലെ രാത്രി 3 മണി വരെ മലയാളി സഹോദരങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം വിവിധ ഇടങ്ങളിൽ പോയി 2-2.5 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം രാവിലെ മുതൽ അടുത്ത നാട്ടുകാരുടെ പിന്നെ ചെറിയ ചെറിയ ഗെറ്റ് ടുഗദറുകളിലും ചടങ്ങുകൾ, അതിനിടയ്ക്ക് നിങ്ങളുമായി 1 മണിക്കൂറാണെങ്കിലും സംസാരിക്കാൻ വേണ്ടി NTVയുടെ കൂടെ ഉള്ള ഈ ഇൻ്റർവ്യൂവിലും എല്ലാം പങ്കെടുക്കുന്നു എന്ന് പറയുന്നത്. നാളെ രാത്രി തിരിച്ചു പോകും. അത്ര വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി പരിപാടികൾ എന്ന നിലയിൽ പോവുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വിളിച്ചവരോട് പറഞ്ഞു, അവിടത്തേക്കാൾ തിരക്കിൽ ഇവിടെ ഓടുകയാണെന്ന് പറഞ്ഞത് ജനങ്ങളോടും നാടിനോടും സ്നേഹമാണ്. മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറ്റൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. പൂർണ്ണമായ സത്യസന്ധതയിൽ ജനസ്നേഹത്തിൻ്റെ ഭാഗമായി വന്നു പോകുന്ന പൊതുപ്രവർത്തകരും MLAമാരും MPമാരും മന്ത്രിമാരും ഇവിടെ വന്നു പോകുന്നു എന്നുള്ള കാര്യവും അങ്ങ് ഓർക്കണം. അത് മാത്രം സമൂഹം ഓർക്കണം. അദ്ദേഹം പറഞ്ഞത് അത്ര ലാഘവത്തോടെ കാണേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ സമൂഹം ഇവിടെ സാധാരണക്കാരാണ്. ഇവിടെ വരുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളോ വലിയ ആളുകളെ മാത്രം കാണുന്നു, പത്രക്കാരെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ മാത്രം കാണുന്നു, വലിയ സംഘടനകൾ നടത്തുന്ന അല്ലെങ്കിൽ സംഘടനകൾ നടത്തുന്ന ഫംഗ്ഷനുകൾ മാത്രം പങ്കെടുക്കുന്നു. ഇതാണ് അദ്ദേഹം പങ്കുവെക്കാൻ ഉദ്ദേശിച്ച വികാരം. യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കിടയിലേക്ക്, സാധാരണക്കാരൻ്റെ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെയോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെയോ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ ജനപ്രതിനിധികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അതിനകത്ത് വരുന്നൊരു, ഇപ്പം ഞാൻ ഇന്നലെ എന്നെ വിളിച്ചത് ഒമൽ കോയിനിൽ UAE മൊത്തമുള്ള എല്ലാ മലയാളി സംഘടനകളുടെയും ചേർന്നുള്ളൊരു സംയുക്ത മീറ്റിംഗ് ആണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു അവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അത്ര സമയം അവരുടെ കൂടെ ചിലവഴിച്ചു, അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അങ്ങനെ പ്രവാസി കേരള കോൺഗ്രസ് ആണ് ഇന്ത്യൻ